എല്ലാവർക്കും സുവോളജിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ബയോഡൈവേഴ്സിറ്റി. കഴിഞ്ഞ ക്ലാസ്സിൽ ലിവിങ് വേൾഡ് എന്ന ചാപ്റ്ററിൽ ആദ്യത്തെ കുറച്ച് ടോപ്പിക്കാണ് എടുത്തത്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് ഓർഗാനിസംസ്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും മൊത്തത്തിൽ നമ്മൾ പറയുന്ന പേരാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ദ നാച്ചുറൽ ഡൈവേഴ്സിറ്റി. ആ നാച്ചുറൽ ഡൈവേഴ്സിറ്റിയെ ജനറലായിട്ട് പറയുന്ന ടേമാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിയിൽ ഒരുപാട് പ്ലാന്റ്സ് ആയിക്കോട്ടെ, എനിമൽസ് ആയിക്കോട്ടെ, ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട്, ഒരുപാട് ലൈഫ് നമ്മുടെ ഭൂമിയിലുണ്ട്. അങ്ങനെയുള്ള ആ ഓൾ ടുഗദർ ലിവിങ് ഓർഗാനിസംസിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? നാച്ചുറൽ ഡൈവേഴ്സിറ്റി എന്ന് പറയും, പ്രകൃതി വൈവിധ്യം എന്ന് പറയും. ആ നാച്ചുറൽ ഡൈവേഴ്സിറ്റിയെ ജനറലായിട്ട് നമ്മൾ എന്ത് പറയാം? ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, ബയോഡൈവേഴ്സിറ്റി എന്ന് പറയും. അപ്പോൾ ഭൂമിയിൽ ഒരുപാട് ലിവിങ് ഓർഗാനിസംസ് ഉണ്ട്. അങ്ങനെ ആ ലിവിങ് ഓർഗാനിസംസിനെ കുറിച്ച് പഠിക്കുന്ന ആ സയൻറ്റിഫിക് ബ്രാഞ്ചിനെ നമ്മൾ പറയുന്ന പേരാണ് ടാക്സോണമി എന്ന് പറയുന്നത്. Taxonomy is the branch of science which deals with the identification, nomenclature and classification of organisms. നമ്മുടെ ഭൂമിയിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട്, ഒരുപാട് ലിവിങ് തിങ്സ് ഉണ്ട്, ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട്. അപ്പം ആ ഓരോ ഓർഗാനിസംസിനെയും നമ്മൾ കുറിച്ച് പഠിക്കുന്ന, എങ്ങനെയാണ് അവയെ സ്റ്റഡി നടത്തുന്നത്, എങ്ങനെയാണ് അവയെ പഠിക്കുന്നത്, എങ്ങനെയാണ് ആദ്യം ചെയ്തത്? അവയെ കണ്ടെത്തുന്നു, ഐഡന്റിഫിക്കേഷൻ നടത്തുന്നു. ഐഡന്റിഫിക്കേഷൻ എന്തിൻ്റെ ബേസിസിലാണ് നടത്തുന്നത്? അവയുടെ ക്യാരക്ടേഴ്സിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവയെ ഐഡന്റിഫിക്കേഷൻ ചെയ്യുന്നു, അവയെ ഐഡന്റിഫൈ ചെയ്യുന്നു. അതിൻ്റെ ശേഷം എന്ത് ചെയ്യുന്നു? നോമൻക്ലേച്ചർ, അവയ്ക്ക് എന്ത് കൊടുക്കുന്നു? പേര് നൽകുന്നു. അതിൻ്റെ ശേഷം അവയെ ക്ലാസിഫൈ ചെയ്യുന്നു, അതായത് വർഗീകരിക്കുന്നു, ഓരോരോ കാറ്റഗറി ആയിട്ട് തിരിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന ആ സയൻറ്റിഫിക് ആയിട്ടുള്ള ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടാക്സോണമി എന്ന് പറയുന്നത്. ടാക്സോണമി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദി ഐഡന്റിഫിക്കേഷൻ, നോമൻക്ലേച്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ്. ഓർഗാനിസംസിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. അതിൻ്റെ ശേഷം അവയ്ക്ക് നോമൻക്ലേച്ചർ, പേര് നൽകുന്നു. പേര് നൽകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ ശേഷം അവയെ ക്ലാസിഫൈ ചെയ്യുന്നു. ഓരോന്നിനെയും, ഏത് ഓർഗാനിസം ആയിക്കോട്ടെ, അതിനെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറി കൊണ്ടുവയ്ക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ക്ലാസിഫൈ ചെയ്യുക, പിന്നെന്താ, നോമൻക്ലേച്ചർ ചെയ്യുക, ഐഡന്റിഫിക്കേഷൻ നടത്തുക, ഇങ്ങനെയൊക്കെയുള്ള പ്രോസസ്സിനെ മൊത്തത്തിൽ പറയുന്ന പേരാണ് ടാക്സോണമി എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് നോമൻക്ലേച്ചർ. എന്താണ് നോമൻക്ലേച്ചർ? മെത്തേഡ് ഓഫ് നെയിമിംഗ് ഈസ് കോൾഡ് നോമൻക്ലേച്ചർ. മെത്തേഡ് ഓഫ് നെയിമിംഗ് ഈസ് കോൾഡ് നോമൻക്ലേച്ചർ. പേര് നൽകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. പേര് നൽകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. മെത്തേഡ് ഓഫ് നെയിമിംഗ് ഈസ് കോൾഡ് നോമൻക്ലേച്ചർ. നമ്മൾ ഒരു ഓർഗാനിസംസിനെ നമ്മൾ എന്തൊക്കെ പേര് നൽകുന്നുണ്ട്? ലോക്കൽ നെയിംസ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ബൈനോമിയൽ നെയിംസ്, നോമൻക്ലേച്ചറും നടത്തുന്നുണ്ട്. അതായത് ലോക്കൽ നെയിംസ് ചിലപ്പോൾ എന്താണ്? അവയുടെ മാതൃഭാഷയിലുള്ള വെർണാക്കുലർ നെയിംസ് ആയിരിക്കാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോക്കൽ നെയിംസ് എന്ന് പറയുന്നത്. അപ്പോൾ ലോക്കലി യൂസ്ഡ് നെയിംസ് ആർ കോൾഡ് ലോക്കൽ നെയിംസ്. അപ്പം ഒരു ഓർഗാനിസംസിന് ലോക്കൽ നെയിംസും ഉണ്ടാകും, സയൻറ്റിഫിക് നെയിംസും ഉണ്ടാകും. അപ്പോൾ ലോക്കൽ നെയിംസിൻ്റെ പ്രത്യേകത ലോക്കലി യൂസ്ഡ് നെയിംസ് ആയിരിക്കും, വെർണാക്കുലർ നെയിംസ് ആണ്, കോമൺ നെയിംസ് ആണ്. പിന്നെ അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു അപര്യാപ്തത അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുറവ് എന്ന് പറഞ്ഞാൽ, ലോക്കൽ നെയിംസിൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അത് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. കാരണം അത് പല സ്ഥലങ്ങളിലും എന്താ പറയുക, ഒരു സ്പീഷീസിന് തന്നെ വ്യത്യസ്ത സ്പീഷീസിൽ പെട്ട ജീവികൾക്ക് ഒരേ പേരുണ്ടായിരിക്കാം. അപ്പം അത് എന്ത് ചെയ്യാം? കൺഫ്യൂഷന് ഇടവരുത്തുന്നു.
അതായത് ലോക്കൽ നെയിംസ് എന്ന് പറഞ്ഞാൽ ലോക്കലി യൂസ്ഡ് നെയിംസ് ആണ്. അപ്പോൾ ഒരു ജീവിക്ക് തന്നെ ചിലപ്പോൾ പല സ്ഥലങ്ങളിൽ പല പേരുകളും ഉണ്ടാവാം. അതുപോലെ തന്നെ പല സ്പീഷീസിൽ പെട്ട ജീവികൾക്ക് ഒരു പേരായിട്ടും വരും. അപ്പോൾ അത് ഒരു സ്റ്റഡി ചെയ്യാനൊക്കെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകും. അതുകൊണ്ട് അടുത്ത കാറ്റഗറിയിലേക്ക് പോവാം. ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ an organism is known by a scientific name. ഒരു സയൻറ്റിഫിക് നെയിമിൻ്റെ എന്താ പറയുക പേരിൽ അറിയപ്പെടുന്ന ആ രീതിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ഒരു സയൻറ്റിഫിക് നെയിമിനാൽ അറിയപ്പെടുന്ന ആ രീതിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ഇനി സയൻറ്റിഫിക് നെയിമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹാവിങ് 2 കമ്പോണൻസ്, ജീനസ് നെയിമും സ്പീഷീസ് നെയിമും ഉണ്ടായിരിക്കും. അപ്പം ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് നെയിമിംഗ് ഇൻ വിച്ച് എൻ ഓർഗാനിസം ഈസ് നോൺ ബൈ എ സയൻറ്റിഫിക് നെയിം ഹാവിങ് 2 കമ്പോണൻസ്. ഇതൊരു മെത്തേഡ് ഓഫ് നെയിമിംഗ് ആണ്. എന്ത് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു പേരിടൽ പ്രോസസ്സാണ്. ഈ പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു സയൻറ്റിഫിക് നെയിമാണ്. ആ സയൻറ്റിഫിക് നെയിമിന് 2 കമ്പോണൻസ് ഉണ്ടായിരിക്കും. അതിൽ ഒന്നാമത്തെ കമ്പോണൻ്റ് ആണ് ജീനസ് നെയിം, രണ്ടാമത്തെ കമ്പോണൻ്റ് ആണ് സ്പീഷീസ് നെയിം. അങ്ങനെയുള്ള 2 കമ്പോണൻ്റ് ഉള്ള ഒരു സയൻറ്റിഫിക് നെയിമിനാൽ ഒരു ജീവി അറിയപ്പെടുന്ന ആ ഒരു പ്രോസസ് ഓഫ് നെയിമിങ്ങിന് പറയുന്ന പേരാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ഒന്നും കൂടിയും പറയാം, ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് നെയിമിംഗ് ഇൻ വിച്ച് എൻ ഓർഗാനിസം ഈസ് നോൺ ബൈ എ സയൻറ്റിഫിക് നെയിം ഹാവിംഗ് 2 components. First component is genus name, second component is species name. അപ്പോൾ ജീവികളെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അവയ്ക്ക് പേര് നൽകുകയും അവയെ ക്ലാസിഫൈ ചെയ്യുകയും ചെയ്യുന്ന രീതിയെ നമ്മൾ എന്ത് പറയുന്നു? ടാക്സോണമി എന്ന് പറയുന്നു. അങ്ങനെ നടത്തുന്ന ആ സയൻസിൻ്റെ ബ്രാഞ്ചിനെ നമ്മൾ ടാക്സോണമി എന്ന് പറയുന്നു. അങ്ങനെ ചെയ്യുന്ന ആ ഒരു സ്റ്റഡിയെ നമ്മൾ എന്ത് പറയുന്നു? ടാക്സോണമി എന്ന് പറയുന്നു. ടാക്സോണമിയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഐഡൻറ്റിഫിക്കേഷൻ, നോമൻക്ലേച്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് എൻ ഓർഗാനിസം. ഇനി നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് നെയിമിംഗ്. ഓരോ ജീവികൾക്കും പേരിടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. നോമൻക്ലേച്ചറിൽ 2 തരമുണ്ട്. ലോക്കൽ നെയിംസും ഉണ്ട്, ബൈനോമിയൽ നോമൻക്ലേച്ചറും ഉണ്ട്. ലോക്കൽ നെയിംസ് എന്ന് പറഞ്ഞാൽ ലോക്കലി ആയിട്ട് ഓരോരോ പ്ലേസുകളിൽ അവ അറിയപ്പെടുന്ന നെയിമാണ് ലോക്കൽ നെയിംസ് എന്ന് പറയുന്നത്. ലോക്കലി യൂസ്ഡ് നെയിംസ് ആർ കോൾഡ് ലോക്കൽ നെയിംസ്. അതിൻ്റെ പ്രത്യേകത അത് വെർണാക്കുലർ നെയിംസ് ആയിരിക്കാം, അല്ലെങ്കിൽ കോമൺ നെയിംസ് ആയിരിക്കാം. ഓരോരോ സ്ഥലങ്ങളിൽ അത് വ്യത്യസ്തമായിരിക്കും. ചിലപ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും? ചില കൺഫ്യൂഷന് വിധേയമാകുന്നുണ്ട് ലോക്കൽ നെയിംസ്. കാരണം എന്താ വെച്ചെങ്കിൽ വ്യത്യസ്ത സ്പീഷീസിൽ പെട്ട ജീവികൾക്ക് പല സ്ഥലങ്ങളിലും ഒരേ പേര് തന്നെ ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് കൊണ്ട് ഒരു സയൻറ്റിഫിക് സ്റ്റഡിക്ക് ഒരിക്കലും ലോക്കൽ നെയിംസ് പറ്റില്ല. അപ്പോൾ നമ്മൾ അവിടെ എന്ത് കൊണ്ടുവന്നു? ബൈനോമിയൽ നോമൻക്ലേച്ചർ കൊണ്ടുവന്നു. ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു സയൻറ്റിഫിക് നെയിംസ് ആണ് കൊടുക്കുന്നത്. ആ സയൻറ്റിഫിക് നെയിംസ് 2 കമ്പോണൻ്റ് ഉണ്ടായിരിക്കും. ജീനസ് നെയിമും ഉണ്ടായിരിക്കും, സ്പീഷീസ് നെയിമും ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സയൻറ്റിഫിക് നെയിമിനാൽ ഒരു ജീവി അറിയപ്പെടുന്ന ആ പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയുന്നു? ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നു. ഈ ബൈനോമിയൽ നോമൻക്ലേച്ചർ is first introduced by Carl Linnaeus എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ ആദ്യമായിട്ട് കൊണ്ടുവന്നത്. കാൾസ് ലീനിയസ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് എന്താ പറയുക ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. അതായത് ടാക്സോണമി എന്താണെന്നോ ടാക്സോണമിയൊക്കെ ആ സ്റ്റഡിയൊക്കെ നടത്തിയ ആദ്യകാലത്തിലെ ആദ്യ സയൻറ്റിസ്റ്റ് ആയിരുന്നു കാൾസ് ലീനിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ബൈനോമിയൽ നോമൻക്ലേച്ചർ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്ത സയൻറ്റിസ്റ്റ് കാൾസ് ലീനിയസ് ആണ്. ഇനി അടുത്തത് ഹു ക്യാൻ ഗീവ് സയൻറ്റിഫിക് നെയിംസ്. ആരാണ് ജീവികൾക്ക് സയൻറ്റിഫിക് നെയിംസ് കൊടുക്കുന്നത്? അപ്പോൾ എനിവൺ ക്യാൻ ഡിസ്ക്രൈബ്
എനിവൺ ക്യാൻ ഗീവ് നെയിംസ്. ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഒരു ജീവിയെക്കുറിച്ച് പഠിക്കാം, അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാം, അതിനെ ക്ലാസിഫൈ ചെയ്യാം, അതിന് പേര് നൽകാം. പക്ഷേ ചില റൂൾസ് ഫോളോ ചെയ്തിട്ട് വേണം, ചില റൂൾസ് ഫോളോ ചെയ്തിട്ട് വേണം എന്ത് കൊടുക്കാൻ, പേര് നൽകാൻ. അപ്പോൾ ആ റൂൾസ് പ്രൊവൈഡ് ചെയ്യുന്ന, ആ റൂൾസ് സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്ന സംഘടനയാണ്, അങ്ങനെ ചെയ്യുന്ന എന്താ പറയുക സംഘടനയാണ് എന്ത്, ICBNഉം ICZNഉം. അപ്പോൾ ICBNഉം ICZNൻ്റെയും റൂൾസ് ഫോളോ ചെയ്തിട്ട് ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, പേരുകൾ ജീവികൾക്ക്, ലിവിങ് ഓർഗാനിസംസിന് നൽകാം. അപ്പോൾ ഹു ക്യാൻ ഗീവ് എന്നുള്ളതിൻ്റെ ഹു ക്യാൻ ഗീവ് സയൻറ്റിഫിക് നെയിം ചോദിച്ചാൽ എനിവൺ ക്യാൻ ഗീവ് സയൻറ്റിഫിക് നെയിംസ്. പക്ഷെ എന്തായിരിക്കണം, എനിവൺ എന്ന് പറഞ്ഞു എങ്ങനെയായിരിക്കണം, ICBNഉം ICZNഉം ചില റൂൾസ് പറയുന്നുണ്ട്. ആ റൂൾസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എന്ത് നൽകാൻ പാടുള്ളൂ, പേരുകൾ നൽകാൻ പാടുകയുള്ളൂ. ഇനി എന്താണ് ആ ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ICBNഉം ICZNഉം ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ. അതായത് പ്ലാന്റ്സിനൊക്കെ ആണെങ്കിൽ ഏത് ഓർഗനൈസേഷന്റെ റൂൾസ് ആണ് ഫോളോ ചെയ്യേണ്ടത്, ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ. ഇനി സുവോളജിയുടെ എനിമൽസിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഇന്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ. അപ്പം നമുക്ക് അവിടെ എഴുതാം ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ. ഇത് വരുമ്പോൾ ICZN എന്താണ്, ഇന്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ. അപ്പോൾ ഈ രണ്ട് ഓർഗനൈസേഷൻ്റെയും റൂള് ഫോളോ ചെയ്തിട്ട് ആർക്ക് വേണമെങ്കിലും എനിമൽസിനെ കുറിച്ചിട്ടോ പ്ലാന്റ്സിനെ കുറിച്ചിട്ടോ സ്റ്റഡി ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്ത് അവയ്ക്ക് പേരുകൾ നൽകാം. ഇനി പേരുകൾ നൽകുമ്പോൾ സയൻറ്റിഫിക് നെയിംസ് എങ്ങനെയാണ്, സാധാരണ സയൻറ്റിഫിക് നെയിംസ് ലാറ്റിൻ ഒറിജിൻ ആയിരിക്കും, ലാറ്റിൻ പദങ്ങളായിരിക്കും സയൻറ്റിഫിക് നെയിംസ് ആയിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ അത് എഴുതുന്ന രീതിക്കും പ്രത്യേകതയുണ്ട്. പ്രിന്റഡ് ഫോമിലാണ് സയൻറ്റിഫിക് നെയിംസ് എഴുതുന്നതെങ്കിൽ അത് ഇറ്റാലിക്സിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഹാൻഡ് റിട്ടൺ ആണെങ്കിൽ, കൈകൊണ്ട് എഴുതുകയാണെങ്കിൽ 2 കമ്പോണൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ 2 കമ്പോണൻസിൻ്റെയും അടിയിൽ അണ്ടർലൈൻ ചെയ്തിരിക്കണം. അതായത് അവയുടെ ലാറ്റിൻ ഒറിജിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പ്രിന്റഡ് ഫോമിലാണെങ്കിൽ ഇറ്റാലിക്സിൽ എഴുതും. അതുപോലെ തന്നെ ഹാൻഡ് റിട്ടൺ ആണെങ്കിൽ ജീനസ് നെയിമിൻ്റെയും സ്പീഷ്യസ് നെയിമിൻ്റെയും അടിയിൽ അണ്ടർലൈൻ ചെയ്തിരിക്കും. ഇനി 2 കമ്പോണൻ്റ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. സയൻറ്റിഫിക് നെയിംസിന് 2 കമ്പോണൻസ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ജീനസ് നെയിം സ്റ്റാർട്ട് ചെയ്യുക എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും, സ്പീഷ്യസ് നെയിം എപ്പോഴും സ്മോൾ ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ 2 കമ്പോണൻസ് ഉണ്ട്. സയൻറ്റിഫിക് നെയിംസിന് 2 കമ്പോണൻസ് ഉണ്ട്, ജീനസ് നെയിമും സ്പീഷ്യസ് നെയിമും. അപ്പോൾ ജീനസ് നെയിം എപ്പോഴും തുടങ്ങുന്നത് ക്യാപിറ്റൽ ലെറ്ററിലും സ്പീഷ്യസ് നെയിം എപ്പോഴും തുടങ്ങുക സ്മോൾ ലെറ്ററിലും ആയിരിക്കും. അതാണ് എന്താ പറയുക ബൈനോമിയൽ നോമൻക്ലേച്ചറിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. ഇതുകൂടാതെ തന്നെ ഏതോ ആളാണോ ആ ജീവിയെ, ആ ഓർഗാനിസംസിനെ കുറിച്ച് ആദ്യമായി ഡിസ്ക്രൈബ് ചെയ്ത് അല്ലെങ്കിൽ ആദ്യമായി അതിന് പേര് നൽകിയത്, അയാളുടെ ആ പേരും അബ്രിവിയേറ്റഡ് ഫോമിൽ സയൻറ്റിഫിക് നെയിംസിന് ശേഷം എഴുതാം. അപ്പം ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഹോമോ സാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ
ഹ്യൂമൻ ബീങ്സിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഹാൻഡ് റിട്ടൺ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അണ്ടർലൈൻ ചെയ്യും എന്ന് പറഞ്ഞു. പ്രിന്റഡ് ആണെങ്കിൽ ഇറ്റാലിക്സിലാണ് എഴുതുക എന്ന് പറഞ്ഞു. ജീനസ് നെയിം ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, സ്പീഷ്യസ് നെയിം സ്മോൾ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇത് കൂടാതെ ആദ്യമായി ഹോമോസാപ്പിയൻസിന് ആദ്യമായി പേര് നൽകിയ ആള് കാൾസ് ലീനിയൻസ് ആണ്. അദ്ദേഹത്തിൻ്റെ പേര് അബ്രിവിയേറ്റഡ് ഫോമിൽ, ഒരു ഷോർട്ട് ഫോമിൽ ഇതിൻ്റെ കൂടെ എഴുതാം. അങ്ങനെയും സയൻറ്റിഫിക് നെയിംസ് എഴുതുമ്പോൾ അങ്ങനെയും എഴുതേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ ഹോമോസാപ്പിയൻസിനെ ആദ്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തത്, ആദ്യമായിട്ട് പേര് നൽകിയത് കാൾ ലീനിയസ് പറഞ്ഞ സയൻറ്റിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അബ്രിവിയേറ്റഡ് ഫോംസ് ആണ് മൂന്നാമതായി എഴുതിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ സയൻറ്റിഫിക് നെയിംസ് കൊടുക്കുമ്പോൾ എഴുതുമ്പോൾ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്നുകൂടി പറയാം, ലാറ്റിൻ വേർഡ്സ് ആയിരിക്കും എന്തിനുണ്ടാവുക? സയൻറ്റിഫിക് നെയിംസിന് ഉണ്ടാവുക. അല്ലെങ്കിൽ ലാറ്റിനേറ്റഡ് ഒറിജിനുള്ള വേർഡ്സ് ആയിരിക്കും സയൻറ്റിഫിക് നെയിംസിന് ഉണ്ടാവുക. പിന്നെ സയൻറ്റിഫിക് നെയിംസ് എഴുതുമ്പോൾ പ്രിന്റഡ് ഫോമിലാണെങ്കിൽ ഇറ്റാലിക്സിൽ എഴുതുന്നു. അല്ല ഹാൻഡ് റിട്ടൺ ആണെങ്കിൽ ജീനസ് നെയിമിൻ്റെയും സ്പീഷ്യസ് നെയിമിൻ്റെയും അടിയിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നു. ഇനി മൂന്നാമത് പറയുന്ന കാര്യം, സയൻറ്റിഫിക് നെയിംസിന് 2 കമ്പോണൻസ് ഉണ്ടായിരിക്കും. 2 കമ്പോണൻസ് ഏതാണ്? ഒന്നാമത്തെ കമ്പോണൻറ്റ് ജീനസ് നെയിം, രണ്ടാമത്തെ കമ്പോണൻറ്റ് സ്പീഷ്യസ് നെയിം. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, ജീനസ് നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്ററിലും സ്പീഷ്യസ് നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്ററിലും ആണ്. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യമായി ഡിസ്ക്രൈബ് ചെയ്ത സയൻറ്റിസ്റ്റിനെ അല്ലെങ്കിൽ ആ സ്പീഷ്യസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ ജീവിയെ ആദ്യമായിട്ട് പേര് നൽകിയ ആളുടെ പേര് അവയുടെ സയൻറ്റിഫിക് നെയിമിന് ശേഷം സൂചിപ്പിക്കും. അബ്രിവിയേറ്റഡ് ഫോമിൽ സയൻറ്റിഫിക് നെയിമിന് ശേഷം അയാളുടെ പേരും കൂടി എഴുതുന്നതാണ്. ഇത്തരം കാര്യങ്ങളാണ് സയൻറ്റിഫിക് നെയിംസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ പ്ലാന്റ്സിനാണെങ്കിൽ ഏത് ഓർഗനൈസേഷൻ്റെ റൂളാണ് ഫോളോ ചെയ്യേണ്ടത്? ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ഇനി എനിമൽസിൻ്റെ കാര്യമായിക്കോട്ടെ, ഇതിൻ്റെയാണ് ഫോളോ ചെയ്യേണ്ടത് ഇൻ്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ. ഇനി അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ക്യാരക്ടേഴ്സിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു ജീവിയെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതിൻ്റെ ശേഷം നോമൻക്ലേച്ചർ ചെയ്യുന്നു. അതിൻ്റെ ശേഷം എന്ത് ചെയ്യുന്നു? ക്ലാസിഫിക്കേഷൻ നടത്തുന്നു. എന്താണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് an organism is grouped into convenient categories based on some easily observable characters. ചില ഈസിലി ഒബ്സർവബിൾ ക്യാരക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഓർഗാനിസംസിനെ കൺവീനിയൻ്റ് ആയിട്ടുള്ള കാറ്റഗറി ആയിട്ട് തിരിക്കുന്ന രീതിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് an organism is grouped into convenient categories based on some easily observable characters. ഇനി ഇത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? സയൻറ്റിഫിക് അറേഞ്ച്മെന്റ് ഓഫ് ഓർഗാനിസം ആണ്. സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് an arrangement of organism is called ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അപ്പം ഐഡൻറ്റിഫിക്കേഷൻ, നോമൻക്ലേച്ചർ, ക്ലാസിഫിക്കേഷൻ എന്നിവയൊക്കെ ചേർന്നതാണ് എന്ത്? ടാക്സോണമി എന്ന് പറയുന്നത്. അപ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ നടത്തുക എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ക്യാരക്ടറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പം നമുക്കൊന്നുകൂടിയും ടാക്സോണമിയെ ഇത്രയും കൂടിയും എക്സ്പാൻഡ് ചെയ്ത് പറയാം. ടാക്സോണമി ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദി ക്യാരക്ടറൈസേഷൻ, ഐഡൻറ്റിഫിക്കേഷൻ, നോമൻക്ലേച്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് എൻ ഓർഗാനിസം ഈസ് കോൾഡ് ടാക്സോണമി. ഇനി മോഡേൺ ടാക്സോണമി എന്തിനൊക്കെ ബേസ് ചെയ്തിരിക്കും? ഇപ്പം എന്താ പറയുക, മോഡേൺ ടാക്സോണമിക് സ്റ്റഡീസ് നോക്കുമ്പോൾ
എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ സ്ട്രക്ചർ നോക്കുന്നുണ്ട് ഒരു ജീവിയുടെ. പിന്നെ അതുപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് സെൽസ് നോക്കുന്നുണ്ട്, അതിൻ്റെ ഡെവലപ്മെൻ്റൽ പ്രോസസ്സ് നോക്കുന്നുണ്ട്, അതിൻ്റെ എക്കോളജിക്കൽ ക്യാരക്ടേഴ്സ് നോക്കുന്നുണ്ട്. അതായത് മോഡേൺ ടാക്സോണമിക് സ്റ്റഡീസ് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ സ്ട്രക്ചർ നോക്കുന്നുണ്ട്, സ്ട്രക്ചർ ഓഫ് സെൽസ് നോക്കുന്നുണ്ട്, ഡെവലപ്മെൻ്റൽ പ്രോസസ്സ് നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ എക്കോളജിക്കൽ ഇൻഫർമേഷൻസ്, ഇക്കോളജിക്കൽ ക്യാരക്ടേഴ്സും ഒക്കെ നോക്കിയിട്ടാണ് മോഡേൺ ടാക്സോണമിക് സ്റ്റഡീസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ പറയുന്ന ഒരു കാര്യമാണ് സിസ്റ്റമാറ്റിക്സ് എന്നുള്ള ടേം. അതായത് കൈൻഡ്സ് ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് ഓൾ ഓർഗാനിസംസ് ആൻഡ് റിലേഷൻഷിപ്സ് അമംഗ് ദം ഈസ് കോൾഡ് സിസ്റ്റമാറ്റിക്സ്. അതായത് അവ തമ്മിലുള്ള റിലേഷൻഷിപ്സും എത്ര തരത്തിലുണ്ട്, അവ തമ്മിലുള്ള വ്യത്യസ്തതയും അതിനെക്കുറിച്ചിട്ടൊക്കെ പഠിക്കുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് സിസ്റ്റമാറ്റിക്സ്? ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദി കൈൻഡ്സ് ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് ഓൾ ഓർഗാനിസംസ് ആൻഡ് റിലേഷൻഷിപ്പ് എമംഗ് ദം. അവയുടെ ഇടയിലുള്ള എന്താ പറയുക റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടൊക്കെ സ്റ്റഡി ചെയ്യുന്നതിനെ എന്താണ് പറയുന്നത്? എന്താണ് സിസ്റ്റമാറ്റിക്സ് എന്നാണ് പറയുന്നത്. സിസ്റ്റമാറ്റിക്സിനെ കുറിച്ചിട്ട് ആദ്യമായിട്ട് പറഞ്ഞത് കാൾ ലീനിയസ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ്. ഈ സിസ്റ്റമാറ്റിക്സ് എന്നുള്ള ടേം അദ്ദേഹം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേരാണ് സിസ്റ്റമാ നാച്ചുറ എന്ന് പറഞ്ഞ ബുക്കിലാണ് സിസ്റ്റമാറ്റിക്സ് എന്നുള്ള ടേമിനെ കുറിച്ചിട്ട് അദ്ദേഹം ആദ്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ എന്താ പറയുക സിസ്റ്റമാറ്റിക്സ് പറഞ്ഞു, ടാക്സോണമി പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം.